ഞാനേ നൂഡിൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരിടത്ത് വന്നതാ. ഇപ്പം എന്താണ് നൂഡിൽസ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നതെന്ന് ബാക്കി ഞാൻ പറഞ്ഞില്ല. ഇവിടെ ആരും ഇല്ല, ആരുമില്ലേ? ഇപ്പൊ നൂഡിൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ വന്നതാണ്. ഇതാണ് പ്രശസ്ത നൂഡിൽസ് മേക്കർ. നൂഡിൽസ് ഉണ്ടോ? പറഞ്ഞപ്പോ തന്നെ നൂഡിൽസ് ഇപ്പോഴാണ് കഴിക്കുന്നത് 3 നേരം. നിങ്ങൾ വരുമെന്ന് പറഞ്ഞോണ്ട് ഞാൻ എടുത്ത് വെച്ചു. നൂഡിൽസ് ആണ് കമ്പനി. ബൾസടിക്കാൻ മുട്ടയും നൂഡിൽസ്. അപ്പം ഹനാടെ വീട്ടിലാണ്, കരുനാഗപ്പള്ളിയിലാണ്. ഇപ്പൊ നൂഡിൽസ് മേക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ചായ കുടിയും പരിപാടിയൊക്കെയാണല്ലോ. കട്ടൻ കുടിച്ചതാ. കട്ടൻ, ചിപ്സ്, മിക്സർ. ഇപ്പൊ ഞാൻ വന്നേ ഉള്ളൂ കോട്ടയത്ത്. എവിടെ പോയിരുന്നു? കോട്ടയത്ത് പഠിക്കാൻ. അപ്പം ഹനാടെ വീട്ടിലുണ്ടോ കുറേ ട്രോഫികളും മെമന്റോയും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ സിമ്പിൾ ആയിട്ട് പറയാം. ആദ്യം കിട്ടിയ ട്രോഫിനകത്തുണ്ടോ? ആദ്യം ട്രോഫി കിട്ടിയത് എനിക്ക് തോന്നുന്നുണ്ട് മന്ത്രി നമ്മളുടെ ഉമ്മൻചാണ്ടി സാർ ആദ്യമായിട്ട് അവാർഡ് സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്പെഷ്യൽ ആയിട്ട് വരാനുള്ള ഇതൊക്കെയാ. ഇവിടെയൊക്കെ ഇരിക്കുന്നത് കിട്ടിയിട്ടുണ്ട് കുഞ്ഞിലെ. പക്ഷെ ഇങ്ങനെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് ഇതൊക്കെ. പിന്നെ ഇത് ഓർമ്മയുണ്ടോ? ഇതല്ലേ നമ്മുടെ ട്രൂ ലൈവിന്റെ ഉണ്ട്. കുറെ മെമന്റോസ് ഇരിപ്പുണ്ട്. ഏറ്റവും ഇത് കലോത്സവത്തിന്റെ. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ഹൃദയസ്പർശിയായ, എപ്പോഴും മോക്ക് ഓർമ്മയുള്ള, എപ്പോഴും എന്താ പറയാ, അയാളുടെ ഏത് മേടിച്ചു പക്ഷെ അയാളിപ്പോ ഇല്ല എന്ന് ഓർമ്മയുള്ള സാധനം അത് തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ എന്ന ഈ അവാർഡാണ്. ഇതാണല്ലേ? ഉമ്മൻചാണ്ടി, ഇത് ഉമ്മൻചാണ്ടി സാറിന്റെ ആണോ? അല്ലല്ലോ, അതല്ലേ? ഇതുണ്ടോ? ഇത് ഉമ്മൻചാണ്ടി സാറ് കൊടുത്ത സഞ്ചാര വകുപ്പ്. ഓക്കെ, സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് കൊടുത്ത ഈ ഒരു മെമന്റ് ഇത് ഉമ്മൻചാണ്ടി സാർ കൊടുത്താണ്. അദ്ദേഹത്തിന്റെ ആ ഒരു മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹം കൊടുത്തൊരു സംഭവം. പിന്നെ ഒത്തിരി ഉണ്ടല്ലേ ഇതിന്റെ ഇടയ്ക്ക്? രണ്ടുപേരും വാപ്പിയുടെ ഉമ്മയുടെ ഉണ്ടല്ലോ. വാപ്പിക്ക് എന്തിനു കൊടുത്താ? മികച്ച വാപ്പിക്കുള്ള അവാർഡ്. മികച്ച വാപ്പിക്കുള്ള ഞാൻ പറയുന്നില്ല. പറഞ്ഞു പറയാൻ പറ്റുന്നില്ല. മികച്ച വാപ്പിക്കുള്ള അവാർഡ് എങ്ങനെയാണെന്നറിയോ? അനായെ കൊണ്ടുപോയി പാട്ട് പാടിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്ത അവാർഡായിരിക്കുന്നു. പിന്നെ ഉമ്മ ഒരു ഗവൺമെന്റ് എംപ്ലോയി അല്ലേ? അപ്പൊ അതിന് ഉമ്മയ്ക്ക് കിട്ടിയ അവാർഡ്. ഇവിടെ മൊത്തം അവാർഡുകളാണ് അല്ലേ? ഇപ്പൊ ഈ അവാർഡ് ഇങ്ങനെ ഇനി കുറെ അകത്തൊക്കെ ഇടുക്കി വെച്ചേക്കുന്നു, കുറെ ഇങ്ങോട്ട് ആക്കണം. ഇപ്പൊ കുറെയൊക്കെ ആക്കണം. അപ്പൊ ഹനയുടെ വീട് കറക്റ്റ് ഇത് വരുന്ന കനാപ്പള്ളി വെളുത്തമണല്ലേ? ഈ വെളുത്തമണൽ എല്ലാം വെളുത്ത താഴെല്ലാം വെളുത്തമണല്ല അല്ല, പിന്നെ പക്ഷെ അവിടെ കിടക്കുന്ന വെളുത്ത മണലാണ്. ഈ മണലിന്റെ വെളുപ്പായോണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് അല്ലേ? സ്ഥലത്തിന് പേര് എങ്ങനെ വന്നത്? അതന്നെ, ഇപ്പൊ താഴത്തെ മണ്ണ് വെളുത്തായോണ്ടാണ് വെളുത്ത മണലെന്ന് പേര് വന്നത്. ഈ നൂഡിൽസ് കഥേ ഇപ്പൊ ബോറായിട്ട് തുടങ്ങിയോ? ആരും ചോദിക്കാതെ ഇപ്പം ബുൾസ ഉണ്ടോ, നൂഡിൽസ് ഉണ്ടോ? എല്ലാരും ചോദിക്കും നൂഡിൽസ് ഉണ്ടാക്കി തരാ. എന്റെ കസിൻസ് പോലും ഇപ്പം വിളിക്കുന്ന നൂഡിൽസ് ബുൾസ എന്നൊക്കെയാ. ഉമ്മിയുണ്ടോ? ഇല്ല, ഉമ്മി ഡ്യൂട്ടിക്ക് പോയി. ഉമ്മി ഡ്യൂട്ടിക്ക് പോയപ്പോ വീട്ടിലെ മൊത്തം പണി ഹന അല്ല ചെയ്തത് എന്നും കൂടെ ഞാൻ പറയുന്നത്. അല്ലല്ല ഇത് അല്ല എന്നും കൂടി പറയുന്നത്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി ഇവിടെ എല്ലാം നീറ്റാക്കി വേറെ ആരോ ആണ് അല്ലേ? ജോലിക്കാരുണ്ട് അല്ലേ? ഇപ്പൊ ഇല്ല. അപ്പൊ ഈ വീട്ടില് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യത്തൊന്നുമില്ല. മിച്ചറും ചായയും ചക്കവെല്ലൊക്കെ കഴിച്ച് പ്രാക്ടീസ് ഒക്കെ ഇല്ലേ? പ്രാക്ടീസ് ഞാൻ ചെയ്യാറുണ്ട്. പെട്ടെന്നൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ മോളെ പാട്ട് പാടും. ഞാൻ ഒരു പാട്ടും പാടും. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു പാട്ട് പാടിയേ പറ്റും. എന്തായാലും ഇവിടെ വരെ നൂഡിൽസ് വേണ്ട, പാട്ട് പാടിയാൽ മതി. പെട്ടെന്ന് ഓർത്തിട്ട് ഒരു പാട്ട്, പെട്ടെന്ന് മൈൻഡിലോട്ട് വരുന്നൊരു പാട്ട്, എപ്പോഴെങ്കിലും പാടുന്ന എന്തെങ്കിലും ഒരു പാട്ട്. 1 2 3 സ്റ്റാർട്ട്. തിങ്കടതക്കം. ഓക്കെ, എന്നാലും പാപ്പി എടുത്തോണോ ചോദിച്ചോ? പാപ്പി ഉണ്ടല്ലോ. എന്നെ എടുക്കരുത് പറ, പാട്ട് പറഞ്ഞാൽ മതി. അവിടെ നിന്ന് പറഞ്ഞേക്കെ ഏതെങ്കിലും ഒരു പാട്ട്, എപ്പോഴും ഓർമ്മയിലുള്ളൊരു പാട്ട് കാണാമല്ലോ. മതി. ഓക്കെ. മോഹം മതി. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം തൊണ്ട പോയി. ഒന്നുകൂടെ ഇതൊന്നും ഇതെല്ലാം കട്ട് ചെയ്തോ? മൊത്തം കട്ട് ചെയ്തിട്ടോ വേറെ പാട്ട്. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ പൂത്തനാൾ മധു തേടിപ്പോയി നീളെ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ
മധു തേടിപ്പോയി. അടിപൊളി അടിപൊളി. അതാ പാട്ട് പാടത്തില്ല എന്ന് പറഞ്ഞാൽ വെറുതെ പാടിയതല്ലേ? അപ്പൊ നല്ലപോലെ പാടുമ്പോ എന്തുമായിരിക്കും? വെളിയിൽ ഇരിപ്പുണ്ടല്ലേ? ഒരാള് കാണിച്ചു കൊടുത്താലോ? വെളിയിൽ കയറി വന്നപ്പോ തന്നെ ഒരാൾ ഇരിപ്പുണ്ട് അവിടെ. അമ്മ ഇരിക്കുന്ന ആരായിരിക്കുന്നു? ഇത് പരിചയപ്പെടുത്തി ചോദിച്ചേ. ചുച്ചു മോളെ. ചുച്ചു എന്ത് ചെയ്യോ? എന്ത് പേര്? ഹംദ ഫാത്തിം. എന്താ ഫാത്തിമ എന്തോ ചെയ്യുന്നേ? ഗെയിം കളിക്കുന്നോ? പാട്ട് പാടുവോ? എടാ, എന്താ ഫാത്തിമ പാട്ട് പാടുവോ? നോക്ക്. പാട്ട് പാടുവോ? പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ആണോ? ആ, പാട്ട് പാടും. ഏത് പാട്ടാ ഏറ്റവും കൂടുതൽ എപ്പോഴും പാടുന്നത്? ഇത്തിരി കൂട്ടം ഏത് പാട്ടാ എപ്പോഴും പാടുന്നത്? നമ്മൾ സ്വാലിയെ പോലെ തന്നെയല്ലേ? ആണോ? മോളെ ഏത് പാട്ടാ പാടുന്നേ? ആ പാട്ടുണ്ട് 2 വരി. എല്ലാരും നടക്കാനല്ലോ ഒരു ഷൈ ആള്. ചുമ്മാ ഒരു പാട്ട് പാട്. അല്ലല്ലോ, ഒരു പാട്ടുണ്ടല്ലോ മോളെ, ഒരു മാപ്പിളപ്പാട്ട്. ഇവിടെ ആരാ വികൃതി? ആരാ ഇവിടെ ഏറ്റവും കൂടുതൽ? ഇവിടെ വികൃതി ചുച്ചുവാണോ ഞാനാണോ? പാട്. കുഞ്ഞു പാടാൻ പോവാണ്. എല്ലാരും കൈയടിച്ചു. പടി 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 പടി. വേണമെങ്കിൽ റസൂലാന്നോ? പാട്. പാടാ. റസൂലേ റസൂലേ അഷ്റഫുൽ ഹൽക്ക് റസൂലേ അന്ത്യദൂതരേ റസൂലേ മുഹമ്മദ് നബിയേ റസൂലേ യാ റബ്ബി സല്ലി അലാ മുഹമ്മദ് മുൻജിൽ ഗലായിക മിൻ ജന്ന മുൻജിൽ ഗലായിക മിൻ ജന്ന യാ റബ്ബി സല്ലി അലാ മുഹമ്മദ് മുൻജിൽ ഗലായിക മിൻ ജന്ന മുൻജിൽ ഗലായിക മിൻ ജന്ന റസൂലേ റസൂലേ അഷ്റഫുൽ ഹൽക്ക് റസൂലേ. ഒന്ന് ക്യാമറ നോക്കടാ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പുസ്തകക്കാരാണ്. പുസ്തകത്തിയാരാ? സത്യം പറഞ്ഞ സത്യം പറ. മോളാണ് ഇത്തിയാണ്. അവള് ചൂണ്ടി കാണിച്ചു തന്നെ. ഒന്നുകൂടെ പറ. സത്യം പറ. ഒന്നും പറയത്തില്ല. ഇത്തിയാണ്. അതെന്ത് എന്താ കൂടുതൽ കുറ്റം കാണിക്കുന്നത്? എന്താ ഡിഗ്രിക്ക് പഠിക്കുന്ന മോളെ തന്നെ പഠിക്കുന്നത്? 5-ലാ? ഇതല്ല 5-ൽ പഠിക്കുന്ന എടുത്ത് വഴക്കണം. എന്ത് എന്താ പറഞ്ഞ വഴക്കണം ചെല്ലുന്നത്? അവിടെ ചുമ്മാ ചൊറിഞ്ഞിരിക്കുക ഒരു സന്തോഷം. ജോലിയൊക്കെ ചെയ്യിപ്പിക്കുക. എനിക്ക് സ്റ്റേഴ്സ് കയറാൻ മടി. അപ്പൊ ഞാൻ ചുച്ചു വന്നിട്ട് ചില സമയത്ത് അവള് പറയും ഇത്തിക്ക് എന്ത് പോയി എടുത്താലെന്ന് ചോദിക്കും. എന്നാലും പാവം എടുത്തു തരും. ഇത്തി പാവാണോ? പാവാണല്ലേ? ഇത്തി അങ്ങ് ഹോസ്റ്റലിൽ പോവും. അപ്പൊ എന്നെ മിസ് ചെയ്യും. കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അപ്പുറത്ത്. എപ്പോഴും ഒരു കൂട്ടുകാരി കാണാൻ ഇവിടെ. റിയ ഓടിപ്പോയി അങ്ങോട്ട്. റിയ പോയി. അതല്ലേ? ഓക്കെ. അപ്പം ഹനയുടെ ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. ഹനയുടെ വീട്ടില് ഇപ്പം ഇനി കുറെ കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. പഠിച്ച സ്കൂളിൽ എവിടെ മോള് പഠിച്ചത്? ഞാൻ പഠിച്ചത് ഞാൻ കുറച്ച് പൊങ്ങി നിൽക്കട്ടെ. ഞാൻ ഇങ്ങനെ നിന്നോളാം. പറഞ്ഞു. ഞാൻ പഠിച്ചത് 7th വരെ ശ്രീനാരായണ സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് മോഡലിൽ പഠിച്ചു, കരുനാഗപ്പള്ളി മോഡലിൽ. ഇപ്പൊ ഞാൻ കോട്ടയത്ത് ഞാൻ 3rd ഇയർ ഡിഗ്രി ചെയ്യുവാണ്. ഇപ്പം ഡിഗ്രി 3rd ഇയർ സ്റ്റുഡന്റ് ആണ് ഹന. അപ്പൊ ഹന ഒരു മലപ്പുറക്കാരിയാണെന്ന് ഒത്തിരി പേര് പറയുന്നു. അല്ല, ഞാൻ കരുനാഗപ്പള്ളി. ഇതാണ്ട് വെളുത്തമണൽ എന്റെ വീടായത്. നിങ്ങൾ മനസ്സിലാക്കുക. ഇത് വീട്ടിലാണ് നിൽക്കുന്നത്. അതാണ്ട വിലപിടിപ്പുള്ള ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഞാൻ പോകുമ്പോ ഇത് എനിക്ക് തന്നു വിടുവോ? വേണ്ട. ഞാൻ ഇവിടെ വന്നപ്പോ ഇന്നെങ്ങും കാണാൻ കിട്ടാത്ത അമൂല്യമായൊരു നിധി കിട്ടി. അത് പൊട്ടിക്കാത്തൊരു ഗ്യാസ് സിലിണ്ടർ. ഇതും വണ്ടിക്കകത്ത് കയറ്റാണ്. അപ്പൊ ഇതുമായിട്ട് പോവാണ്. അടുത്ത വീഡിയോയില് സ്റ്റേ ട്യൂൺഡ്. അടുത്ത ദിവസം കാണാം.